എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ നല്ല പ്രോപ്പർ സർവീസിൽ പോയിരിക്കുന്ന നല്ലൊരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഫോർച്യൂണറിന്റെ 4x4 ഓട്ടോമാറ്റിക്കൽ വേരിയന്റിലുള്ള വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാഹനം 2016 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,60,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത വാഹനമാണ്. പിന്നെ ഇത്രയും പഴക്കമായത് ഏകദേശം 10 വർഷത്തിനടുത്ത് പഴക്കമായ ഒരു വാഹനം, ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു വാഹനം. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ 2 ബമ്പറൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ മാത്രമേ ഈ വാഹനത്തിലുള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വിലയാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നത്. അപ്പം നമുക്ക് നേരിട്ട് ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണാം. പതിവ് പോലെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞു പോകാം. നമ്മൾ ഓൾറെഡി പെയിന്റ് ചെക്ക് ചെയ്താണ്. ഈ ഭാഗങ്ങളിലൊന്നും, ഈ ഫെൻഡറിലോ ഡോറുകളിലോ ക്വാർട്ടർ പാനലിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും സംഭവിച്ചിട്ടില്ല. പിന്നെ ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഡെൻറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കല്ലടിച്ച പോലുള്ള കുഞ്ഞു കുഞ്ഞു പാടുകളാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഇവർ കവറിട്ട് മൂടിയിട്ടാണെന്ന് തോന്നുന്നു. 2 മിററിൻ്റെയും പുറത്തെ പെയിൻറ്റിങ് ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞ് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോറ് തുറന്ന് കാണാം. ഇച്ചിരി സ്പീഡിൽ ഞാനങ്ങ് പറഞ്ഞു പോകണം. ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ്. ഡോർപാടുകളൊക്കെ അത്യാവശ്യം വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ, ഈ താഴെ വശത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ പുറകിലത്തെ ഡോർ തുറന്നൊന്ന് കാണാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ പേസ്റ്റിംഗ് എല്ലാം ഉണ്ട്. ഡോറിലൊന്നും വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഈ മേൽവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാം. താഴെ വശത്തെയും പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫ്യൂൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഒന്ന് റബ്ബിംഗ് പോളിഷ് എന്താണെങ്കിലും ഈ വണ്ടി ചെയ്യണം. പിന്നെ 2 ബമ്പറും പെയിൻറ്റ് ചെയ്യണം. പൊതുവേ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ, അപ്പം നമ്മുടെ ആൾക്കാരെ ഞാൻ കുറ്റമല്ല പറയുന്നത്, പൊതുവേ നമ്മുടെ നാട്ടിൽ വണ്ടിയുടെ ഒരു പുറം ഭംഗി അല്ലെങ്കിൽ കാണാൻ എത്രത്തോളം പകിട്ടുണ്ട് എന്നതിന് വെച്ചിട്ടാണ് കൂടുതലും ആൾക്കാർ വണ്ടികളെ ജഡ്ജ് ചെയ്യുന്നതും അത് എടുക്കാനായിട്ടൊക്കെ പോകുന്നതും. നമ്മൾ അങ്ങനെയല്ല. വണ്ടിയുടെ മെക്കാനിക്കൽ പെർഫെക്ഷനും ബോഡി ക്വാളിറ്റിയും നമ്മൾ നോക്കുക. പെയിൻ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വണ്ടികൾ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് വർക്കുകളൊക്കെ ചെയ്ത വണ്ടികളാണെങ്കിലോ, എൻജിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള വണ്ടികളാണെങ്കിലും അത് നമുക്ക് വലിയൊരു ഭാരിച്ച ചിലവിലേക്ക് വരും. അപ്പോൾ ഈ പെയിൻറ്റ് കറക്ഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. വണ്ടി നമുക്ക് എത്രത്തോളം വേണമെങ്കിലും മോടി പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് റെഗുലർ സർവീസിൽ പോയ റീപ്ലേസ്മെൻറ്റുകളില്ലാത്ത നല്ല ബോഡി ക്വാളിറ്റി ഉള്ള നല്ല ജെന്യൂനായിട്ട് പേഴ്സണൽ യൂസിലിരുന്ന വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കിലോമീറ്റർ കൂടിയ വണ്ടികൾ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ കാണിക്കുന്നത്. അതൊക്കെ റെഗുലർ സർവീസിൽ പോയതാണ്. ഈ വണ്ടിയും റെഗുലർ സർവീസിൽ പോയിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു 2026 ഫെബ്രുവരി കഴിഞ്ഞ മാസമാണ് ഇതിൻ്റെ ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടിരിക്കുന്നത്. അത്രയും ക്ലീൻ ആയിട്ട് സർവീസിൽ പോയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആണ്. അതും ഇന്നേ വരെ യാതൊരു വിധത്തിലുള്ള ക്ലെയിമുകൾ സംഭവിച്ചിട്ടില്ല. 50% നോൺ ക്ലെയിം ബോണസോട് കൂടിയ ഒരു ഇൻഷുറൻസ് ആണ് ഇപ്പോൾ ഈ വാഹനത്തിന് ഉള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ വാഹനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് ബമ്പർ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു കവറിട്ട് മൂടിയിട്ട് നമ്മൾ ഈ കവർ റിമൂവ് ചെയ്യുമ്പോഴത്തേന് ഉരയുവരെ ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞിട്ടുള്ള ഒരു തേയ്മാനാണ്. ഈ ബമ്പർ പോലും ഇതുവരെ റീപെയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ടൈൽ ലൈറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ക്രാക്കുകളോ പൊട്ടലോ ഡാമേജോ ഒന്നും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. കമ്പനിയുടെ പേസ്റ്റിംഗ് ഒക്കെ നല്ല ക്ലിയർ ആണ്. ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ്. ഇനി താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇതിനകത്ത് ചെറിയ രീതിയിൽ തുരുമ്പുണ്ട്. അപ്പം അത് നോർമലി മിക്കവാറും വണ്ടികളുടെ ഈ ഒരു ബാക്ക് പാനലിൻ്റെ ഭാഗത്ത് താഴെ വശത്ത് വെള്ളം ഇരുന്നിട്ട് ചെറിയ തുരുമ്പ് കയറാറുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഡോർപാട് ആണെങ്കിലും നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇവിടുത്തെയും പേസ്റ്റിങ് നല്ല ക്ലീനാണ്.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോയിഡ വരെ പോയൊരു എൻഡവർ നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയതാണ്. ശരിക്കും നമ്മൾ അന്നേരമാണ് വണ്ടികളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാകുക. അതിൻ്റെ ബാക്ക് ഈ ഒരു സൈഡ് കണ്ട് നല്ലൊരു ഇടി കിട്ടിയിട്ട് ഇവിടുത്തെ ഈ പഞ്ചിങ് ഒന്നും ഇല്ല, അതെല്ലാം പൊട്ടിച്ച് എന്താ പറയുന്നത്, വിരലിനെങ്ങാണ്ട് തോണ്ടി പേസ്റ്റ് വെച്ച പോലെ കുറേ സാധനങ്ങളെല്ലാം വെച്ച് ഫുള്ളി റെസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി. ഫ്രണ്ടും ഇടിച്ചിട്ട് ബോണറ്റ് ഉൾപ്പെടെ പണിത് ഒരു വണ്ടിയാണ്. അപ്പം നമ്മൾ രാവിലത്തെ പോക്ക് വെറുതെ ആയിപ്പോയി. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഈ ഓർഡർ കൺഫേം ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് എടുത്തു കൊടുക്കുന്ന വണ്ടികളുടെ ഒന്നും വീഡിയോ പൊതുവേ ചെയ്യാറില്ല. ഇനിയിപ്പം നമ്മൾ അതും കൂടെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ വണ്ടിയൊക്കെ ഡെലിവറി എടുത്ത് വരുമ്പോഴത്തേന് രാത്രിയായി പോകും. അതുകൊണ്ടാണ് അതൊന്നും എടുക്കാത്ത. ഇനി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഇത് ഇനി അടച്ചിട്ട് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ക്വാർട്ടർ പാനലിൽ യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഡെൻഡോ സ്ക്രാച്ചോ ഒന്നുമില്ല. ഈ 2 ഡോർ ഒരുമിച്ച് പറയുവാണ്. പിന്നെ ഒന്നും കൂടെ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബമ്പർ ടു ബമ്പർ ഒറിജിനൽ പെയിൻ്റ് ആണ്. ഒരിടത്ത് പോലും റീപെയിൻറ്റ് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും പെയിൻറ്റ് അടിക്കേണ്ടി വരും. പിന്നെ ഈ ഡോറിലൊക്കെ ചെറിയ 1-2 മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളുണ്ട്. അതൊന്നും നമ്മൾ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുതിയ കണ്ടീഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ ഡോർ തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഡോർ പാടുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. ഈ ഒരു ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോഴത്തേനും ഫ്രണ്ട് ഡോറിലെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാഡുകളൊക്കെ നമ്മൾ എന്താണല്ലോ ഒരു ഇൻറ്റീരിയർ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. പിന്നെ സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഫെൻഡറിൽ അങ്ങ് യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഫ്രണ്ട് വശത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല, വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് ഡെൻറ്റുണ്ട്. ആ ഡെൻറ്റ് നമുക്ക് നൂർത്തെടുക്കാവുന്ന സാധനമുള്ളൂ, അല്ലാതെ ഇവിടെ വലിയ വർക്കായിട്ടൊന്നും ചെയ്യാനില്ല. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ അതൊന്നും മനസ്സിലാവില്ല, എന്നാലും നമ്മളിങ്ങനെ 0 ഡീറ്റെയിൽ എടുത്തെടുത്ത് പറയും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ഹെഡ്ലൈറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഗ്രില്ലിൻ്റെ ഭാഗമൊക്കെ നല്ല ക്ലീനാണ്. പിന്നെ ബമ്പർ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്നിട്ട് എൻജിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ടും ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ വയറിംഗ് ഒക്കെ നല്ല പ്രോപ്പർ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വന്നിട്ടില്ല. ഇനി നമ്മൾ മുൻവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ, ഇവിടെയാണ് നമ്മുടെ ഒരു സീരിയൽ നമ്പർ അവർ മാർക്ക് ചെയ്ത് വിടാറുണ്ട്. ആക്സിഡൻ്റൽ ആയിട്ടുള്ള വണ്ടികൾ, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു കൊളീഷൻ നടന്ന വണ്ടിയാണെങ്കിൽ ഈ ഒരു പീസ് മാറും. ഈ ഒരു പീസ് മാറുമ്പോഴത്തേന് ഈ പഞ്ചിങ് ഉള്ള ഒരു പീസ് പിന്നീട് കിട്ടത്തില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ബോണറ്റ് റീപ്ലേസ് വന്നാലും നമുക്ക് പിന്നെ ഇവിടെ ഈ ടൊയോട്ടയുടെ ബാഡ്ജിങ് ഉണ്ട്, അതൊന്നും പിന്നീട് ഉണ്ടാകത്തില്ല. അതൊക്കെ നോർമലി നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബാറ്ററിയുടെ ചാർജ് നമ്മൾ ചെക്ക് ചെയ്തതാണ്. ബാറ്ററി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിയാണ്. പക്ഷേ അതിൻ്റെ മാനുഫാക്ചറിങ് ഇയറിൻ്റെ ലേബൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആമറോണിൻ്റെ നല്ലൊരു ബാറ്ററിയാണ് ഇതിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പം നമ്മളൊരു 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടിച്ചിട്ടാണ് ഈ വണ്ടിയായിട്ട് വന്നത്. ഇത് പ്രത്യേകം എടുത്ത് പറയുകയാണ്, ഇത് 4x4 വണ്ടിയാണ്, 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. വണ്ടി ഓടിക്കുന്നതിലൊന്നും യാതൊരു സുഖക്കുറവുമില്ല. കാരണം വണ്ടി 160 ഓടിയതാണ് എന്നുള്ളതിൻ്റെ ഒന്നും യാതൊരു ലാഗും. ടൊയോട്ടയെ സംബന്ധിച്ച് 160 ഒന്നും ഒരു വലിയ ഓട്ടമേ അല്ല. റെഗുലർ സർവീസിൽ പോയിരിക്കുന്ന വണ്ടിയാണ്. ഗിയർ ഷിഫ്റ്റ് എല്ലാം നല്ല സ്മൂത്താണ്. പിന്നെ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ ടയറും ഒന്ന് കാണാം. ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്, കാരണം ഇത്രയും കിലോമീറ്റർ ആയ വണ്ടിയാണ്. അപ്പോൾ നമുക്കിനി ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത്രയും കിലോമീറ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളതൊന്ന്
ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. സീറ്റുകളിലൊന്നും കോ ഡ്രൈവർ സീറ്റിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഡ്രൈവർ സൈഡ് സീറ്റിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഇച്ചിരി ഇരുന്നിങ്ങനെ പതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് തന്നെയായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും. അത് മാറിയാൽ അത് റെഡിയാവും. പിന്നെ സെൻട്രൽ കൺസോളിലോ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള എററുകളും ഇല്ല, ഡാമേജുകളും ഇല്ല. നല്ല വൃത്തിക്ക് തന്നെ ആ ഭാഗങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റിയറിങ്ങിൽ എല്ലാ വണ്ടികളിലും ടൊയോട്ടയുടെ ഇപ്പോൾ ഇറങ്ങുന്ന ക്രിസ്റ്റയിലും ഫോർച്യൂണറിലും എല്ലാം വരുന്ന പോലെ തന്നെ ഇതിൻ്റെ കളറും ഇച്ചിരി മങ്ങിയിട്ടുണ്ട്. 1-2 പൊട്ടലുകളും വീണിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് നമുക്കിതിൻ്റെ പുറകിലത്തെ നിര സീറ്റുകൾ ഒന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും പുറകിലത്തെ നിര സീറ്റുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഭാഗത്തൊന്നും വലിയ പ്രശ്നങ്ങളില്ല. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ചധികം പൊടി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ നല്ല രീതിയിലൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കുട്ടപ്പനാകും ഈ വണ്ടി. അപ്പോൾ ഈ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് പുറകിലത്തെ നിര സീറ്റുകളും നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. റൂഫിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു കളർ മങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കണ്ടീഷനിലേക്ക് ഈ വാഹനം വരും. പിന്നെ 4x4 വണ്ടിയാണ്, അത് ഓർക്കുക. അത്രയും നല്ല രീതിയിൽ ഇവർ റെഗുലർ കമ്പനി സർവീസിൽ പോയ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഏകദേശം ഒരു 70-75% മിഷലിൻ്റെ 2 ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. പുറകിലേക്ക് വരുമ്പോഴത്തേന് അതേ ക്വാളിറ്റിയിലുള്ള ബ്രിഡ് സ്റ്റോണിൻ്റെ 2 ടയറുകളാണ് പുറകിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സ്റ്റെപ്പിനി നമുക്കൊരു ആവറേജ് ഒരു 70% ഉള്ള ഒരു സ്റ്റെപ്പിനിയും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഓൾ അറൗണ്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ വേറെ വലിയ ഒരു കാര്യമൊന്നും ഇല്ല. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ നമ്മൾ ഒളിച്ചു വെച്ചൊരു കാര്യങ്ങളും പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഡീറ്റെയിലും എടുത്തെടുത്ത് തന്നെ പറഞ്ഞത്. ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും പെയിൻറ്റ് ചെയ്യണം, ഇൻറ്റീരിയർ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യണം. വേറെ മേജറായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും. ഈ 2 സൈഡ് വ്യൂ മിറർ ഉണ്ടല്ലോ, അതിൻ്റെ കവറയിലും ചെറിയ രീതിയിൽ പെയിൻറ്റ് പോയിട്ടുണ്ട്, അത് ചെയ്യണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. ഇത്രയും നാളായിട്ടും ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളൂ. ടയർ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയറുകൾ തന്നെ കിടപ്പുണ്ട്. പിന്നെ ഈ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട്. അതൊക്കെ ഉള്ളൂ. അല്ലാതെ മേജറായിട്ടുള്ള വണ്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നല്ല കിടിലൻ വണ്ടിയാണ്, ഓടിക്കാനായിട്ടും നല്ല സുഖമാണ്. അപ്പോൾ റെഗുലർ സർവീസിൽ പോയ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത പേഴ്സണൽ യൂസിലുള്ള വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനത്തെ വാഹനങ്ങൾ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വാങ്ങാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ കോട്ടയം കാർസുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്ക് വണ്ടി എടുക്കാനായിട്ട് എങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പേര് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന വണ്ടികളുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുപോലെ നമുക്ക് വരുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിലാണ് നമ്മൾ ആദ്യം ഇടുക. അപ്പോൾ നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്നും കൂടെ പറയുകയാണ്. 2016 2016 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,60,000 1,60,000 കിലോമീറ്റർ കൃത്യമായ സർവീസിൽ പോയിരിക്കുന്ന, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. നമ്മൾ എടുത്തിട്ട് ചെറിയ 1-2 വർക്കുകളൊക്കെ ചെയ്യണമെന്നുള്ളതല്ലാതെ അതൊക്കെ നോർമൽ സംഭവിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത്രയും ഏകദേശം 10 വർഷം പഴക്കവുമായി വണ്ടി 1.5 ലക്ഷം കിലോമീറ്റർ മേളിൽ ഓടിയിട്ടുമുണ്ട്. അപ്പം 4x4 വണ്ടിയാണ്, ആ കാര്യം കൂടെ ഞാൻ എടുത്തു പറയുവാണ്. അപ്പോൾ ഇതിൻ്റെ വില ഭാഗത്തിലേക്ക് വരാം. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിലയാണ് ഈ വാഹനത്തിട്ടേക്കുന്നത്. 4x4 വാഹനത്തിന് ഇതിന് ഒരു ഓൾമോസ്റ്റ് ഫിക്സ് റേറ്റ് ആണ് അവർ പറയുന്നത്. 18,95,000 രൂപ വിത്ത് NOC. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനം ഉള്ളത് ഡൽഹിയിലാണ്. അത് ഞാൻ ആദ്യം പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഡൽഹിയിലാണ് ഈ വാഹനം ഉള്ളത്. ഡൽഹിയിലെ പ്രൈസാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വാഹനങ്ങളാണ് ആവശ്യമുണ്ട് എന്നുള്ളതെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമുക്ക് ഒരൊറ്റ നമ്പറേ ഉള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ നമ്മളെ വിളിച്ച് സംസാരിക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ, ഏത് വേരിയൻ്റ് ആണോ, ഏത് കാറ്റഗറിയിലുള്ള വണ്ടിയാണോ, അതിപ്പോൾ ലക്ഷറി വണ്ടികളാണെങ്കിലും ചെറിയ വണ്ടികളാണെങ്കിലും എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.